ദൈവമുഖത്തേക്ക് നോക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഒരു നല്ല ദിവസത്തിനായി, സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പോൾ തന്നെ ഇന്ന് ഈ കൂട്ടായ്മയിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചിന്ത. ഞാൻ പറഞ്ഞതുപോലെ അധരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ തന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മിൽ പലരും അധരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ ചെലുത്തുന്ന നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും മനസ്സിലാക്കാതെ പോകുകയാണ്. അധരങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് വായും കൂടെ ഉൾപ്പെടുന്നു. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ അധരങ്ങൾ പ്രസ്താവിക്കുന്നത്. വായ് പ്രസ്താവിക്കേണ്ടത് എന്ത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഹൃദയത്തിനകത്ത് നിറയുന്നതാണ് വായ് പ്രസ്താവിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വായിൽ കൊള്ളാത്തത് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം കേൾക്കണമെന്നുള്ളതല്ല. പിന്നെയോ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറയേണ്ടത് എന്താണ് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് അത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതിന്, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതിന്, പഠിക്കേണ്ടതിന് നാം ഈ സന്ദേശം കേൾക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം പണിയാൻ ആഗ്രഹിക്കുകയാണ്. വളരെ കുറച്ചു വചനങ്ങൾ മാത്രം ഇന്നെടുത്തുകൊണ്ട് അരമണിക്കൂറിൽ തീരുന്ന ഒരു സന്ദേശമാക്കി ഞാൻ ഇതിനെ ചുരുക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുമ്പോൾ ഒട്ടും തന്നെ സന്ദേശത്തിൻ്റെ പ്രാധാന്യമോ ദൈവ സാന്നിധ്യത്തിൻ്റെ അളവിലെ കുറവോ നമ്മെ ബാധിക്കുകയില്ല എന്ന് ഞാൻ പൂർണ്ണമായി നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഉറപ്പ് തരുന്നു. നീതിമാന്റെ അധരങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ. ശ്രദ്ധിക്കുക, അധരങ്ങൾ നീതിമാന് മാത്രമല്ല ഉള്ളത്, അധരങ്ങൾ ദുഷ്ടനും ഉണ്ട്. എന്നാൽ നീതിമാൻ സംസാരിക്കേണ്ടത് എന്ത് എന്ന് വേദപുസ്തകം വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അധരങ്ങൾ ഇതുവരെ പ്രസ്താവിച്ചതല്ല ഇനി പ്രസ്താവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അധരങ്ങൾ ഇതുവരെ സംസാരിച്ചതല്ല ഇനി സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പിറുപിറുത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോവുക. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞ ദുഃഖത്തിൻ്റെ അവസ്ഥകൾക്ക് വിരാമമിടാൻ പോവുക. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ പറഞ്ഞ തകർച്ചയുടെ വാക്ക് ക്യാൻസലാകാൻ പോവുക. ചില അധരങ്ങൾ കൊണ്ട് നിന്നെ പറഞ്ഞ ശാപത്തിൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവ് പൊട്ടിക്കാൻ പോവുക. ചില അധരങ്ങൾ നിനക്ക് എതിരായി പറഞ്ഞ് സ്ഥാപിച്ച ചില വാക്കിന്റെ അടിസ്ഥാനങ്ങളും അവകാശങ്ങളും ദൈവം ക്യാൻസൽ ചെയ്യാൻ പോവുക. ആമേൻ. വേദപുസ്തകം പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇയ്യോബിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും, എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ഇയ്യോബിനെ കുറിച്ച് ദൈവം സാക്ഷ്യപ്പെടുത്തിയ ഒരു ഭക്തനാണ് ജോബ് അല്ലെങ്കിൽ ഇയ്യോബ്. ദൈവത്തിന്റെ ഹൃദയത്തെ ഇംപ്രസ് ചെയ്ത ഒരു ഫാമിലി ആയിരുന്നു ജോബിൻ്റെത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൽ 1-ാമത്തെ തന്നെ വാക്യം തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഭാഗം കാണുന്നത്. അവൻ ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഇയ്യോബിനെ കുറിച്ച് നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ യോബിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ
അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചിട്ട് വീണ്ടും നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് പോവാം. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു എന്ന് പറഞ്ഞ് താഴേക്ക് വായിക്കുമ്പോൾ ഇയ്യോബിന്റെ ലൈഫിനെ കുറിച്ചും സമ്പത്തിനെ കുറിച്ചും നിറവിനെ കുറിച്ചും ഒക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന സമ്പത്തിൻ്റെയും ഈ പറയുന്ന അനുഗ്രഹത്തിൻ്റെയും ഈ പറയുന്ന ബ്ലെസ്സിങ്സിൻ്റെ ഒക്കെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവൻ അടുക്കുന്നവനായിരുന്നു, അതേസമയം അവൻ അകലുന്നവനായിരുന്നു. In the mighty name of Jesus. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലെ പ്രധാന കാരണം, ഇയ്യോബിനെ ദൈവം ഒരു വശത്തേക്ക് അടുപ്പിച്ചപ്പോൾ ഇയ്യോബ് മറുവശത്ത് നിന്ന് അകലാൻ തയ്യാറായിരുന്നു. ഞാൻ പൂർത്തീകരിച്ചു വരികയാണ് ആ വാക്ക് ഒന്നും കൂടെ. ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ പിന്നിലെ പ്രധാന കാരണം, ദൈവം ഇയ്യോബിനെ തന്നിലേക്ക് അടുപ്പിച്ചപ്പോൾ ഇയ്യോബ് തന്നെ മറ്റൊരു ഭാഗത്ത് നിന്ന് അകലാൻ തയ്യാറായിരുന്നു. ആ ഭാഗത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത്. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിനക്ക് ദൈവത്തോട് അടുക്കാൻ വളരെ ദാഹമുണ്ടെങ്കിൽ, നിനക്ക് ദൈവിക സമ്പന്നത അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ദൈവിക കൃപ നിങ്ങൾക്ക് പകരപ്പെടാനും അനുഭവിക്കാനും നിലനിർത്താനും താല്പര്യമുണ്ടെങ്കിൽ, ദോഷം വിട്ടകലുന്ന ഒരു സ്വഭാവം, ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. താഴെ വായിക്കാൻ, രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കാനായിരിക്കാം പൊതുവെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. 3000 ആട്, 7000 പശു, 10 ഏർക്കാള എന്നൊക്കെ ഇങ്ങനെ പറയാൻ. ഞാൻ ഒരു കൗണ്ട് നമ്പർ പറഞ്ഞതേ ഉള്ളൂ, അതിൽ കൂടുതലാണ് താഴേക്ക് വായിക്കുമ്പോൾ കാണുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് ദൈവം കൊടുത്തത് തൻ്റെ ജീവിതത്തിൽ നിലനിന്നു, അത് ചിന്തിക്കണം. എന്തുകൊണ്ട് ദൈവം കൊടുത്ത സമ്പത്ത്, ദൈവം കൊടുത്ത അനുഗ്രഹം, ദൈവം കൊടുത്ത മൃഗം, ദൈവം കൊടുത്ത മക്കൾ എല്ലാം തൻ്റെ ജീവിതത്തിൽ സാത്താനെ തൻ്റെ ജീവിതത്തിൽ പരീക്ഷണത്തിന് അനുവദിക്കുന്നത് വരെ നിലനിന്നു? കാരണം ഇത്രയേ ഉള്ളൂ, അവൻ ദോഷം വിട്ടകലുന്നവനും ദൈവത്തോട് അടുക്കുന്നവനുമായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അവൻ ദോഷം വിട്ടകലുന്നവനും ദൈവത്തോട് അടുക്കുന്നവനുമായിരുന്നു. അടുത്തൊരു ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രിമാരും 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്ത് കൊടുത്തതുകൊണ്ടുമല്ല ഇയ്യോബ് ദൈവത്തോട് അടുത്തത്. In the mighty name of Jesus. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. ദൈവം എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. ദൈവം എനിക്ക് വിടുതൽ തന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. ദൈവം എന്നെ കടാക്ഷിച്ചാൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കളയുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഇയ്യോബിന്റെ സ്വഭാവം, ഇയ്യോബിന്റെ മനോഭാവം, ഇയ്യോബിന്റെ രീതികൾ മറിച്ചായിരുന്നു. അത് ദൈവം തനിക്ക് കാളയും കഴുതയും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവൻ ദോഷം വിട്ടകലും, ദൈവത്തോട് അടുക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വായിക്കൊണ്ട് അധരങ്ങൾ കൊണ്ട് അങ്ങനെ പറയുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. നിന്നെ ദൈവത്തോട് അടുപ്പിക്കാതെ വണ്ണം അകറ്റുന്ന ചിന്താമണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടട്ടെ. നിന്നെ ദൈവത്തോട് അടുക്കാൻ അനുവദിക്കാതെ വണ്ണം നിന്നെ അകറ്റിക്കളയുന്ന മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. അവൻ ദൈവത്തോട് അടുത്തതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ബഹു 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 സമ്പന്നതയുണ്ടായി. ഹേയ് ജോബേ, നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത് എന്താണ്? നിറയ്ക്കുന്ന ഒരു അനുഭവം ദൈവത്തിനുണ്ടെന്ന് മനസ്സിലായി. നിറയ്ക്കുന്നൊരു സ്വഭാവം ദൈവത്തിനുണ്ടെന്ന് മനസ്സിലായി. കാളെ കണ്ടിട്ടല്ല ദൈവം നിറയ്ക്കുന്നവനാന്ന് മനസ്സിലായത്. കഴുതെ കണ്ടിട്ടല്ല ദൈവം നിറയ്ക്കുന്നവനാന്ന് മനസ്സിലായത്. ബഹുവിധ സമ്പത്തുള്ളത് കൊണ്ടല്ല ദൈവം നിറയ്ക്കുന്നവനാണെന്ന് മനസ്സിലായത്.
ദൈവം സമ്പന്നതയും സമ്പത്തും പണവും മക്കളും കൊടുത്തത് കൊണ്ടല്ല ദൈവം നിറയ്ക്കുന്നവനാണെന്ന് മനസ്സിലായത്. ദൈവത്തോട് അടുത്തപ്പോ മനസ്സിലായി, ദൈവഭക്തിയിൽ ജീവിച്ചപ്പോ മനസ്സിലായി, എന്തോ പ്രകൃത്യാതീതമായതൊന്ന് എന്നിൽ നിറയുന്നുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കാൻ ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നു. നീ ദൈവവുമായി നിലനിൽക്കുന്ന, ദൈവവുമായി കൂടിയിരിക്കുന്ന, ദൈവവുമായി ബന്ധപ്പെടുന്ന, ദൈവവുമായി ചേർന്നിരിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മോനെ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, കാതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തത്, മനസ്സുകൊണ്ട് അനുഭവിക്കാൻ പോലും കഴിയാത്തത്, ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത പലതും ഉണ്ടെങ്കിലും നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്, നീ ചില ഇൻവെസ്റ്റ്മെന്റുകൾ തയ്യാറെടുത്ത് ഇൻവെസ്റ്റ്മെന്റായിട്ട് ദൈവം കണക്ക് കൂട്ടുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് നീ കാണാത്ത പലതും ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ കണ്ണ് കാണും. ഇന്ന് നിന്റെ കാത് കേൾക്കാത്തത് പലതും നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് നീ കാണും. ഇന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പലതും നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു കാലം വരും. ഞാൻ ഒന്നും കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. എനിക്ക് ഒരുപാട് പേരെ അറിയാം. ദൈവം അത് തന്നാൽ, ദൈവം ഇത് ചെയ്താൽ, ദൈവം ഈ പ്രാർത്ഥന കേട്ടാൽ, ദൈവം ഈ സാഹചര്യത്തെ ഇങ്ങനെ ആക്കിയാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആന ചെയ്യും, അമ്പാരി ചെയ്യും. ചെയ്യുമായിരിക്കും, ചെയ്യില്ലായിരിക്കും. പക്ഷേ വേദപുസ്തക പ്രകാരം ആ വാക്കിനെ ഞാൻ എടുക്കുകയില്ല. ഹല്ലേലൂയ. ആ വാക്കിനെ ഞാൻ എടുക്കുകയില്ല. എന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞേ. പ്രൈസ് ടു ജീസസ്. എന്റെ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം മാനിച്ചിട്ടുള്ളവരെല്ലാം ദൈവം എന്നെ മാനിച്ചാൽ ഞാൻ ഇറങ്ങാന്ന് പറയുന്നവരല്ലായിരുന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ചെയ്യാന്ന് പറയുന്നവരല്ലായിരുന്നു. ദൈവം എനിക്ക് മറുപടി തന്നാൽ ഞാൻ ഇങ്ങനെ കാട്ടാന്ന് പറയുന്നവരല്ലായിരുന്നു. കർത്താവ് പ്രാർത്ഥന കേൾക്കുമെങ്കിൽ ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും. നിങ്ങൾ ആർക്ക് വേണം? കർത്താവിന് അങ്ങനെ ഒരു നിർബന്ധമില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ, ഞാൻ ഇത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, വിടുതലില്ല, അതുകൊണ്ട് ഇനി ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ? വേണ്ട. ദൈവത്തിന് നിർബന്ധമില്ല, പക്ഷെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവം ആരെയും നിർബന്ധിക്കത്തില്ല. അത് ദീപുകൃഷ്ണനെ നിർബന്ധിക്കത്തില്ല, ആരെയും നിർബന്ധിക്കത്തില്ല. ഇപ്പൊ ദീപുകൃഷ്ണ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗം നിന്നു പോകത്തൊന്നുമില്ല. അതിനേക്കാൾ അഭിഷേകമുള്ളവരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് മുട്ടുമില്ല. പക്ഷേ ദൈവത്തെ അറിഞ്ഞവനാണ് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്നത്. In Jesus' name. Hallelujah. യോബ് ദോഷം വിട്ടകന്നതിന്റെ കാരണം ദൈവത്തോടുകൂടെ ചേർന്ന് നിന്നതാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങയോടുകൂടെ ചേർന്ന് നിൽക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ അങ്ങയോടുകൂടെ ചേർത്ത് നിർത്തണമേ. ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റിക്കളയുന്ന എല്ലാ ചിന്തകൾ, എല്ലാ ക്യാരക്ടറിസം, എല്ലാ തോട്ട് സിസ്റ്റം യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. Hallelujah. Praise to Jesus. Praise the Lord. എത്ര വ്യത്യസ്തമാണ് ഇയ്യോബിന്റെ പ്രവർത്തന ശൈലി എന്ന് നോക്കണം. നമുക്ക് നമ്മൾ ഈ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന വ്യക്തിത്വങ്ങളിൽ രണ്ട് വ്യക്തിത്വങ്ങളാണ്. ഒന്ന് ഇയ്യോബും പിന്നെ ഒന്ന് ജോബും അബ്രഹാമും നമ്മൾ എടുക്കുന്ന വ്യക്തിത്വങ്ങളാണ്. ഇവരുടെ രണ്ടു പേരുടെ ജീവിത രീതിയും പഠിച്ചാൽ അന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ഇത് പ്രസംഗിക്കാനുള്ള സമയമായില്ല. ഇവരുടെ രണ്ടു പേരുടെ സ്വഭാവം, ഇവരുടെ രണ്ടു പേരുടെ രീതികൾ ഇയ്യോബിന്റെ പുസ്തകത്തിൽ പകുതി വരെ, അതിനുശേഷം പിന്നെ ഇയ്യോബിനെ പരീക്ഷണത്തിന് ഏർപ്പെടുത്തുമ്പോൾ പിന്നെ കുറച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസം വരുന്നു. വീണ്ടും ജോബ് കറക്റ്റായി തിരിച്ചു വരികയാണ്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയുകയാണ് ഇതിനകത്ത് വെച്ച്. നീ എത്ര ദൈവസന്നിധിയിൽ നിന്ന് തെറ്റി ഉഴന്നുപോയ വ്യക്തിയാണെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലെ, നിനക്ക് കറക്റ്റ് ചെയ്ത് മടങ്ങി വരാനുള്ള അവസരം ഇപ്പോഴും ബാക്കി കിടക്കുകയാണെന്ന് ദൈവാത്മാവ് ഇതിനകത്ത് ആരോടോ സംസാരിക്കുകയാണ്. നീ എത്ര ദൈവഭാഗം വിട്ടകന്നുപോയ വ്യക്തിയാണെങ്കിൽ, ജോബ് അങ്ങനെയായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ജോബ് ഒരു അല്പമൊക്കെ ഒന്ന് റിവേഴ്സ് എടുത്തു.
അല്പമൊക്കെ റിവേഴ്സ് എടുത്തു. എന്തായാലും ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ഈ ഒരു അടുപ്പമൊന്നും നമ്മൾ ഇതിൻ്റെ ഈ ബുക്കിൻ്റെ സെൻറ്ററിൽ വരുമ്പോൾ കാണത്തില്ല. ഈ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ആ അടുപ്പം ഇല്ല. ഇപ്പം ഒരു ഗ്യാപ്പുണ്ട്, ഒരു 35 ആ ഒരു ഇതിലൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഗ്യാപ്പ് കാണാം, ദൈവമായിട്ടൊരു ഗ്യാപ്പ് കാണാം. പക്ഷെ പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് വന്ന ഒരു അഭിഷിക്തനും കൂടെയാണ് യോബ്. നീ എത്ര ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നീ നിന്റെ വായു കൊണ്ട് തെറ്റിപ്പോയി കാണും, നീ നിന്റെ കണ്ണുകൊണ്ട് തെറ്റിപ്പോയി കാണും, ചിന്ത കൊണ്ട് തെറ്റിപ്പോയി കാണും, നിങ്ങളുടെ ക്യാരക്ടർ കൊണ്ട് തെറ്റിപ്പോയി കാണും, നിങ്ങളുടെ ഡിസിഷൻസ് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോയി കാണും. പക്ഷെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്, നിങ്ങൾക്ക് മടങ്ങി വരാനുള്ളൊരു ഒരു ഹെവൻലി ചാൻസ് ഇപ്പോഴും ബാക്കി കിടക്കണം. അങ്ങനെ വന്നൊരു വ്യക്തിയാണ് യോബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് നഷ്ടപ്പെട്ട സകലതും തനിക്ക് വീണ്ടും നേടിയെടുക്കാൻ ദൈവം തന്നെ ഇരട്ടിയായി അനുഗ്രഹിച്ചു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നീതിമാന്റെ അധരങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് പരമാർത്ഥം പ്രസ്താവിക്കുന്ന അധരങ്ങളായിരിക്കും. നാവ് കൊണ്ട് വേണ്ടാത്തത് പറയരുത്. നാവ് കൊണ്ട് പരമാർത്ഥമല്ലാത്ത ഒന്ന് പറയരുത്. നാവ് കൊണ്ട് വൃത്തികെട്ട വാക്കുകൾ സംസാരിക്കരുത്. In the mighty name of Jesus. നാവ് കൊണ്ട് പരമാർത്ഥമല്ലാത്തത് സംസാരിക്കരുത്. നമുക്ക് നമ്മുടെ കർത്താവിനോടൊന്ന് പറയാം, കർത്താവേ, എൻ്റെ വാക്കുകൊണ്ട്, എൻ്റെ വായു കൊണ്ട്, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ ദൈവമേ പരമാർത്ഥമല്ലാത്തതായി സംസാരിച്ചു പോയ എല്ലാറ്റിനും കർത്താവേ പുത്രന്റെ നാമത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. കാരണം വചനം പറയുന്നു, ഗ്ലോറിയ ബൗഷറ്റയാബ 33-3, എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേർ ഉച്ചരിക്കും, എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. 4-ാമത്തെ വാക്യം അതിന്റെ കാരണം പറയുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ഓ, വാട്ട് എ പവർഫുൾ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ബോധ്യം നമുക്ക് വേണം സുഹൃത്തെ. എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് ബയോളജിക്കലി എനിക്കൊരു ഫാദറും മദറും ഉണ്ട്. ഞാൻ ആ യാഥാർത്ഥ്യത്തെ തള്ളിക്കളയാൻ തയ്യാറല്ല. പക്ഷേ വചനം വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. എനിക്ക് അതിനകത്തുനിന്നൊരു ഭയങ്കര പ്രേരണ കർത്താവ് തരുന്നു. നിന്റെ ലൈഫിൽ തകർന്നു കിടക്കുന്നതിൻ്റെ ഒരു മെഗാ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുമായിരിക്കും. അതിനെ വാങ്ങി നോക്കിയിട്ട് ഞാൻ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് ഒരു വാക്കേ ഞാൻ തിരിച്ചു മറുപടിയായിട്ട് നിങ്ങൾക്ക് തരത്തുള്ളൂ. സൃഷ്ടിക്കുന്ന ആത്മാവ് ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. ഓ, നിന്റെ ജീവിതത്തിൽ തകർന്നു പോയ പലതിനെയും വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ് ഈ നിന്റെ തകർന്നുപോയ സ്പിരിച്വൽ ലൈഫ് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ തക്കവണ്ണം ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ്, നിങ്ങളുടെ തകർന്നുപോയ വിശ്വാസം വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ ശക്തിയുള്ള ദൈവത്തിന്റെ ആത്മാവ്. ജോബ് പറയുന്നു, അതൊരു പരമാർത്ഥമാണ്, അതൊരു പരമ സത്യമാണ്, അത് പരമോന്നതമായി നിൽക്കുന്ന ഒരു സത്യമാണ്. ജോബിന്റെ അധരങ്ങൾ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നീ ആയിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവമാണ്. നീ ആയിരിക്കുന്ന ലിമിറ്റേഷന്റെ നടുവിൽ ഇപ്പോൾ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നീ ആയിരിക്കുന്ന അന്ധകാരത്തിന്റെ നടുവിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. നീ ആയിരിക്കുന്ന ചേർച്ചിൽ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. സൃഷ്ടാവിനറിയാം സൃഷ്ടിയെ എവിടെ അപ്പോയിന്റ് ചെയ്യണമെന്ന്. എന്നാ പിന്നെ പാസ്റ്ററെ, ദൈവം കാണിക്കുന്നത് ഒരു കരുണയില്ലായ്മയല്ലേ? എന്നെ ഇതിന്റെ അകത്തുനിന്ന് മാറ്റിക്കൂടെ? ദൈവം സൃഷ്ടിച്ച നിന്നിൽ നിന്ന് ചില സൃഷ്ടി ഗുണങ്ങൾ പുറത്തേക്ക് വരണമെന്ന്. In the mighty name of Jesus. ദൈവം ആഗ്രഹിക്കുന്നു, കുഞ്ഞിലെ എന്റെ മോളുടെ കൈ പിടിച്ച് ഞാൻ എഴുതിപ്പിക്കുമായിരുന്നു.
A, B, C. അത് അവളുടെ LKG പ്രായം. UKG എത്തിയപ്പോൾ മെല്ലെ മെല്ലെ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തിയപ്പോ ഇപ്പൊ കൈ പിടിച്ചല്ല എഴുതിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം പിടികിട്ടിയോ? ഹേയ്, ദൈവത്തിന്റെ സൃഷ്ടി, ഒരു മനുഷ്യന്റെ സൃഷ്ടി എന്ന് കാണുന്ന ഒരു മനുഷ്യ, അവളുടെ ബയോളജിക്കൽ ഫാദർ ആയിരിക്കുന്ന എനിക്ക്, അവൾ കൈപിടിച്ച് എല്ലാം പിടിച്ചു ചെയ്യിക്കേണ്ട പ്രായം കഴിഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ നമ്മുടെ സൃഷ്ടികർത്താവായ ദൈവത്തിന് എത്ര അധികം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള സൃഷ്ടികർത്താവിന് തന്റെ സൃഷ്ടിയെ കുറിച്ചുള്ള സൃഷ്ടി ഗുണങ്ങൾ വളരെ എക്സ്പെക്ടേഷനോടുകൂടെ ഇരിക്കുന്ന നമ്മുടെ പിതാവിന് നിന്നിൽ നിന്ന് സൃഷ്ടി ഗുണം പുറത്തേക്ക് വന്നതിന് ശേഷമേ ചില അന്ധകാരത്തിനകത്തുനിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മെ പുറത്തു കൊണ്ടുവരത്തുള്ളൂ. In Jesus' name. Oh, mighty name of Jesus. Fire of the God in Jesus' name. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ആദ്യഘട്ടങ്ങളിൽ കർത്താവ് ചില ഗൈഡൻസ് നിങ്ങൾക്ക് തരും. രണ്ടാമത്തെ ഘട്ടങ്ങളിൽ യു ഹാവ് ടു യൂസ് യുവർ ബ്രെയിൻ. നമ്മൾ നമ്മുടെ പ്രയർ ലൈഫ് ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. നമ്മുടെ റിലേഷൻഷിപ്സ് ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ റിലേഷൻ നമ്മൾ ഉപയോഗിക്കണം, റിലേഷൻഷിപ്പ് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പ്രയർ സപ്പോർട്ടേഴ്സിനെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം, മെന്ററിനെ ഉപയോഗിക്കണം. പക്ഷേ നമ്മുടെ ജീവിതം മുഴുവനും പ്രയർ സപ്പോർട്ടേഴ്സിന് വേണ്ടി കൊടുത്തിട്ടാകരുത്. എന്ന് വെച്ചാൽ എന്ത് കാര്യത്തിനും നമ്മളൊരു ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയാകരുത്. നിനക്കൊരു ഓൺ സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റി നമുക്കുണ്ടാകണമെന്ന് നമ്മുടെ സൃഷ്ടാവ് ആഗ്രഹിക്കുന്നു. ജോബ് അതാ പറഞ്ഞേ, എന്റെ നാവ് പരമാർത്ഥം പ്രസ്താവിക്കുന്നു. എന്തുകൊണ്ടാ? എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്നും പറയുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഐ കാണ്ട് ഡു ഇറ്റ് അലോൺ. എല്ലാരും പറയുന്നു, പലരും പറയുന്നു, എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ എന്നെ കൊണ്ട് പറ്റത്തില്ല. അത് പറയാൻ എളുപ്പമാണ്, പക്ഷെ നിന്റെ അധരം പറയുന്നത് നുണയാണ്. നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തകളല്ല. അതുകൊണ്ട് അധരം പറയുന്നു, ഐ കാണ്ട് ഡു ഇറ്റ് അലോൺ. എനിക്കിത് ഒറ്റയ്ക്ക് ചെയ്യാനൊക്കത്തില്ല, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വീണ്ടും വീണു പോകും. ചിലരുടെ വായെടുത്ത നെഗറ്റീവേ വരൂ, വായി തുറന്ന ശാപത്തിന്റെ വാക്കേ വരൂ. വായെടുത്താൽ നമുക്ക് ഓർക്കാൻ കൊള്ളാത്ത വാക്കേ വരൂ, നാവെടുത്താൽ നമുക്ക് പറയാൻ പറ്റാത്ത വാക്കേ വരൂ. പക്ഷെ ആള് ഭയങ്കര പ്രൈസ് ടു ജീസസ്. ഹൃദയം നിറഞ്ഞു കവിയുന്നത് അധരങ്ങൾ സംസാരിക്കുന്നു. അത് ശരിക്കും അങ്ങോട്ട് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വയലൻസിന്റെ മൂഡാവണം, കോപത്തിന്റെ ടൈം ആവണം, അന്നേരം കേൾക്കാൻ കാര്യങ്ങൾ. പക്ഷെ വചനം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. എൻ്റെ വചനങ്ങൾ എൻ്റെ ഉള്ളിലെ നേറുച്ചരിക്കും. എൻ്റെ അധരങ്ങൾ അറിയുന്നത് അവ പരമാർത്ഥമായി പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവനെ തരുന്നു. അവിടെ ഞാൻ രണ്ടാമത്തെ ഒരു വാക്യത്തിലൂടെ ഞാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 17-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. സങ്കീർത്തന പുസ്തകം ഷാഖായാരാലാബ സിയാന്തരാബ. ഓ മൈറ്റി ജീസസ്. സങ്കീർത്തന പുസ്തകം 17 അതിന്റെ 1-ാമത്തെ വാക്യം. ഓ മൈറ്റി ജീസസ്. ഓഹോ യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. വചനം പറയുന്ന കേട്ടോ, യഹോവേ ന്യായത്തെ
ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ ദാവീദ് തന്നെ അവിടെ വ്യക്തമായി പരാമർശിക്കുന്നു, ദൈവത്തോട് ക്ലെയിം ചെയ്യുന്നു, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന പുറപ്പെടണം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദാവീദ് സങ്കീർത്തനങ്ങളുടെ ഒരു വീരനാണ്, അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വീരനുമാണ്. ആ മനുഷ്യൻ ദൈവത്തോട് ക്ലെയിം ചെയ്യുന്നു, അവകാശപ്പെടുന്നു, എന്റെ പ്രാർത്ഥനയും നിലവിളിയും കപടമില്ലാത്തൊരു അധരങ്ങളിൽ നിന്നാണ് പുറപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ ഈ പറഞ്ഞ വാക്ക്. കപടമില്ലാത്ത അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനകളെ ദൈവം നിരസിക്കുകയില്ല. ഇതല്ലേ അതിന്റെ മീനിങ് അല്ലേ? ദൈവമേ, എന്റെ ന്യായത്തെ കേൾക്കണമേ. നിന്റെ ഭാഗത്തൊരു ന്യായമുണ്ടെന്ന് ദൈവം പറയണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവന്റെ അധരത്തിൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കപടം ഉണ്ടാകരുത്. നമ്മുടെ അധരങ്ങൾ സൂക്ഷിക്കാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ നാവ് സൂക്ഷിക്കാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു. ദിസ് ഈസ് ദി എൻഡ് ടൈം. ഇപ്പൊ പ്രാർത്ഥനകൾക്ക് പിന്നെ മറുപടി തരാമെന്ന് പറയുന്നൊരു സീസൺ അല്ല. പ്രാർത്ഥനകൾക്ക് സഡൻലി ദൈവസന്നിധിയിൽ നിന്ന് മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. കാരണം കർത്താവിന്റെ വരവ് അടുക്കുന്നു. അധരത്തെ കാത്തു സൂക്ഷിക്കുന്ന അഭിഷിക്തന്റെ ശുശ്രൂഷകളിൽ പോലും വ്യത്യാസം വരും. അധരത്തെ ദുഷ്ടന്റെ മധുരം തൊടാത്തവന്റെ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ തീയിൽ വ്യത്യാസം വരും. അധരത്തെ മായം തൊടാത്തവന്റെ ജീവിതത്തിലെ പ്രവചനങ്ങൾ ചില കാര്യങ്ങൾ സൃഷ്ടിക്കും. ആ നിലകളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, കർത്താവേ, യഹോവേ, ന്യായത്തെ കേൾക്കണമേ. അപ്പൊ ദാവീദിന്റെ ഭാഗത്തൊരു ന്യായം ഉണ്ടെന്ന് ദാവീദിന് ബോധ്യം വന്നതിന്റെ കാരണം താൻ ഈ സെക്കൻഡ് വരെയും അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടില്ല. ഈ സങ്കീർത്തനം എഴുതുന്ന ആര്യ പറഞ്ഞു, എന്റെ അധരത്തിൽ കപടമില്ല. നമുക്ക് കർത്താവിന്റെ മുഖത്ത് നോക്കി കണ്ണ് ചിമ്മാതെ പറയാൻ പറ്റും, കർത്താവേ, എന്റെ അധരത്തിൽ കപടമില്ല. ഇനി ഇതുണ്ടെന്ന് ഈ വചനം വചനത്തിന് രണ്ട് സ്വഭാവമുണ്ട്. രണ്ട് വാളുണ്ടെന്ന്, വായ്ത്തലുണ്ടെന്ന് പറയുന്നതിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന്, ഒരു വചനം എനിക്ക് ആ കുറ്റമുണ്ടെന്ന് തെളിയിച്ചു തരുമ്പോൾ, മറ്റൊന്ന്, നിനക്കിനിയും ഈ വചനത്താൽ ശുദ്ധമാകാൻ അവസരമുണ്ടെന്നും കൂടെ പറയുന്നുണ്ട്. നമ്മൾ അധരത്തെ വചനത്താൽ കഴുകി വെടിപ്പാകേണ്ട ഒരു ടൈമാണ് ഇതെന്ന് ദൈവാത്മാവ് നമുക്ക് ബോധ്യം വരുത്തുന്നുണ്ടെങ്കിൽ ഈ വചനത്തോടു കൂടെ ചേർന്ന് പറയാം, കർത്താവേ, എൻ്റെ അധരം കൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ഞാൻ പറഞ്ഞുപോയ കാപഠ്യങ്ങൾ, കള്ളങ്ങൾ, എൻ്റെ അധരം കൊണ്ട് ഞാൻ അറിയാതെയും അറിഞ്ഞും പറഞ്ഞുപോയ കാപഠ്യങ്ങൾ, കള്ളങ്ങൾ, കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്താലും അങ്ങയുടെ രക്തത്താലും കഴുകി വിശുദ്ധീകരിച്ച് ആ തെറ്റുകളെ എനിക്ക് പുറത്തു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മൂന്നാമത്, നീതിമാന്റെ അധരത്തെക്കുറിച്ച് വചനം സങ്കീർത്തന പുസ്തകം 45-ാമത്തെ സങ്കീർത്തനം 2-ാമത്തെ വാക്യം പറയുന്നു. നോക്കി, 45-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം, നീതിമാന്റെ അധരത്തെക്കുറിച്ച്, നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ലാവണ്യം അധരങ്ങളിൽ പകരപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം തുടക്കത്തിൽ പറയുന്നുണ്ട്. ഈ ലാവണ്യം, അധരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ ലിക്വിഡായിട്ടുള്ള എന്തോ ഒരു സാധനമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ വചനത്തെക്കുറിച്ച് അവിടെ പറയുന്നു. 1-ാമത്തെ വാക്യം നോക്കി, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഹേയ് ദൈവാത്മാവ്, ഞാൻ പ്രവചിച്ച് നിങ്ങളോട് പറയുന്നു, നിന്റെ ഹൃദയത്തിനകത്ത് അതിര് കടന്ന് കവിഞ്ഞു പുറത്തേക്കൊഴുകുന്ന സകല ജീവിത ചിന്തകളെയും സകല ഭയത്തെയും വ്യാകുലതകളെയും ആകുലതകളെയും നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ദൈവവചനം കയറാൻ തടസ്സമായി ബ്ലോക്കായി നിൽക്കുന്ന എല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ അത് ക്യാൻസൽ ആകട്ടെ. In the mighty name of Jesus. Hallelujah.
അത്ര ഡീപ്പായിട്ടാണ് പറയുന്നത്. എൻ്റെ അധരങ്ങൾ, നമ്മുടെ അധരം സൂക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ അടുത്ത കാരണം ഇതാ, ദൈവവചനത്താൽ ലാവണ്യം പകർന്നിരിക്കുന്ന അധരങ്ങളാണ്. ദൈവവചനത്താൽ ലാവണ്യം പകർന്നിരിക്കുന്നത്. ഈ അധരം കൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്, ഈ അധരം കൊണ്ടാണ് നീ പ്രവചിക്കുന്നത്, ഈ അധരം കൊണ്ടാണ് നീ പ്രസംഗിക്കുന്നത്, ഈ അധരം കൊണ്ടാണ് നീ വിശ്വാസം പറയുന്നത്. സോ നിന്റെ അധരത്തിന്മേൽ ഭൗമികമല്ലാത്ത എന്തോ ഒന്ന് സ്വർഗം തൊട്ടിട്ടുണ്ട്, ദൈവം തൊട്ടിട്ടുണ്ട്. ഭൗമികമല്ലാത്തത് ചുമക്കുന്ന ഒരു ദൈവ പൈതലാണ് ഞാനും നിങ്ങളും. ഭൗമികമല്ലാത്തത്. ഹല്ലേലൂയ. അടുത്ത നിങ്ങൾ നോക്കിയേ, 45-ാമത്തെ വാക്യം തന്നെ, അല്ല, എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം. ഷയാലാബഖയാമ ലീബ്രാറ്റയ സെറ്റല ബഹോഷഖയ ലീഖയാര ബോസൻറ്റ ലീഖേമ മാമോസ് ഖോറ്റോയോ ലീബ്രഖയ ബ്രഹാൻറ്റ. 13-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കി. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നിങ്ങൾ നോക്കിയേ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന ഫലം പുറപ്പെടുവിക്കുന്ന ഒരു ചാനലാണ്, ഒരു റൂട്ടാണ് അധരമെന്ന വസ്തു, അധരമെന്ന ഒന്ന്. ദൈവം നമുക്കിത് വെച്ച് പിടിപ്പിച്ച് തന്നിരിക്കുന്നത് വെറുതെ അല്ല, ഫലം പുറപ്പെടുവിക്കുന്നതാണ്. എബ്രായ ലേഖകൻ വളരെ ശക്തവും വ്യക്തവുമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഫലം പുറപ്പെടുവിക്കുന്ന ഒന്നാണ് അധരം. ദൈവത്തിനുള്ള സ്തോത്രം എന്ന ഫലം പുറപ്പെടുവിക്കുന്നതാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം പ്രവചിച്ചു പുറപ്പെടുവിക്കുന്നതാണെങ്കിലും, നിങ്ങൾ ഏറ്റുപറയുന്നതാണെങ്കിലും, നിങ്ങൾ വിശ്വാസം ഏറ്റുപറയുന്നതാണെങ്കിലും, നിങ്ങളൊരു ബ്ലെസ്സിങ് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നതാണെങ്കിലും, എല്ലാം നിന്റെ അധരത്തിലൂടെ ആയതുകൊണ്ട് ദൈവാത്മാവ് പറയുന്നു, നീ പ്രതീക്ഷിക്കുന്ന ഫലം നിന്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുന്നതിൽ താങ്കളുടെ അധരത്തിന് ഒരു 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 അസാധാരണമായ പങ്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എന്നോടുകൂടെ ചേർന്ന് രാമേൻ പറയാൻ പറ്റുമോ? നിന്റെ അധരങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. നിന്റെ അധരങ്ങൾ ഫലം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഒന്നേന്നേ ഞാൻ പറഞ്ഞതിലേക്ക് വരാം. അധരങ്ങൾ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് നമ്മൾ അവസാനം പറഞ്ഞത്. ഇനി നമ്മൾ ആദ്യം വായിച്ച ഇയ്യോബിന്റെ പുസ്തകം 1:1, താൻ ഭക്തനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനും ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുന്നവനുമായിരുന്നു എന്ന് പഠിപ്പിക്കുമ്പോൾ, അധരങ്ങളുടെ ഫലം കൊണ്ട് ദൈവത്തോടുകൂടെ ചേർന്നിരുന്ന് നമ്മൾ വായിച്ച 2-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിച്ച സകല ബ്ലെസ്സിങ്സും ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ബുദ്ധിമാനാണ് ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. അല്ലേ? അധരങ്ങൾ കൊള്ളാമെന്നുള്ളവന്റെ ജീവിതത്തിൽ കൊള്ളരുതാത്ത അധരങ്ങൾ കൊണ്ട് ശപിക്കുന്ന ശാപം ഏൽക്കത്തില്ല. അധരങ്ങൾ കൊള്ളാമെന്നുള്ളവന്റെ ജീവിതത്തിൽ കൊള്ളരുതാത്ത അധരങ്ങൾ കൊണ്ടുള്ള എതിർ പ്രാർത്ഥനകൾ ഫലിക്കത്തില്ല. അധരങ്ങൾ കൊള്ളാമെന്നുള്ളവന്റെ ഒരു ജീവിതത്തിലേക്ക് കൊള്ളരുതാത്ത അധരങ്ങൾ കൊണ്ട് പുലമ്പി വിടുന്ന വാക്കുകളോ ചെയ്യുന്ന കാര്യങ്ങളോ പറയുന്ന സംഭവങ്ങളോ നടക്കത്തില്ല. In the mighty name of Jesus, ഞാൻ ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ പ്ലാറ്റ്ഫോമിനെ നോക്കി പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളും ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. കർത്താവേ, എന്റെ ജനത്തെ നോക്കി പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവേ, എന്നെ നോക്കി എന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞ എല്ലാ നെഗറ്റീവ് വാക്കുകളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു.
വർധനവ് ഉണ്ടാകട്ടെ, ഇരട്ടി നന്മ ഉണ്ടാകട്ടെ, ഇരട്ടി അനുഗ്രഹങ്ങൾ ഉളവായി വരട്ടെ. ആ വാക്കുകൾ കൊണ്ട്, ദുഷ്ടന്റെ വായു കൊണ്ട്, നാവ് കൊണ്ട്, അധരങ്ങൾ കൊണ്ട് പറഞ്ഞ് കെട്ടിയ സകല കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നന്മ തുറക്കപ്പെടട്ടെ. In the name of Jesus. Amen. You are valuable for God. നിങ്ങളുടെ അധരങ്ങളും അതുപോലെ ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. സ്വവിശ്വാസത്തോടെ നിങ്ങൾ ജീവിക്കുക, ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുക, ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കുക. യോബ് പറഞ്ഞു, എൻ്റെ സൃഷ്ടികർത്താവ് ദൈവത്തിന്റെ ആത്മാവാകുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും എപ്പോഴും നിറച്ച് സൂക്ഷിച്ചിരുന്നത്. എപ്പോഴും നിറച്ച് സൂക്ഷിച്ചിരുന്നതിൻ്റെ കാരണം അതാ. നമ്മുടെ ഹൃദയത്തിനകത്ത് വേണ്ടാത്ത എല്ലാം പുറത്തു പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ, ഈ വചനത്താൽ. നമ്മുടെ ചിന്തയ്ക്കകത്തും നമ്മുടെ മനോഭാവങ്ങൾക്കകത്തും എല്ലാ വിദ്യാബഹുത്വത്തിൻ്റെ ചിന്തയും പൊട്ടിപ്പോട്ടെ. ഇതൊന്നും ഒരു യൂസും ഇല്ലാത്ത സമയമുണ്ട്. എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഭയങ്കര ബന്ധങ്ങളുണ്ടെന്ന് പറഞ്ഞാലും, എത്ര ഭയങ്കര ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാൽ, എത്ര ലാംഗ്വേജ് അറിയാമെന്ന് പറഞ്ഞാൽ, ഇതൊന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഇന്ന് ദൈവകൃപയെ ശരണപ്പെട്ടെ, കർത്താവിൽ ആശ്രയിച്ചേ. നിന്റെ ജീവിതം, യോബിന്റെ ജീവിതം എങ്ങനെ അനുഗ്രഹിച്ചേ നമ്മളിപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടെ നമ്മളിപ്പോൾ ചിന്തിച്ചു. ആ നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് പണിതുയർത്തും. കർത്താവിനോട് ചേർന്നിരിക്കുക. എല്ലാ ഗ്യാപ്പും നികത്തണം, എല്ലാ വിടവും നികത്തണം. കർത്താവ് നമ്മളുമായിട്ടുള്ള എല്ലാ വിടവും നികത്തണം. നികത്തുന്നതോടുകൂടെ നിന്റെ ജീവിതം തന്നെ നികന്നു വരാൻ പോകുകയാണ്. ഇന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ഇടിഞ്ഞു മാറാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കർത്താവിൻ്റെ ജീവിതത്തിൽ വഴി തുറക്കാൻ പോവുകയാണ്. അതെ, യോബിന്റെ ലൈഫിനെ എങ്ങനെ പരിശുദ്ധാത്മാവ് മാനിച്ചോ അതുപോലെ. അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ: ദൈവത്തോട് ചേർന്നു, അകലേണ്ടതിനോടകന്നു. ഇന്ന് ദൈവത്തോട്, കർത്താവേ, ഞാൻ അകലേണ്ടതിനോട് ഞാൻ അകലുകയാണ്. അതിനിവ എത്ര വിലയുള്ളതാന്ന് പറഞ്ഞാലും, അതിനിവ എത്ര ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാലും, അങ്ങയോടടുത്തിരിക്കാൻ കഴിയാത്തതിനെ എല്ലാം ഞാൻ അകറ്റാൻ പോവാ. സ്പിരിറ്റ് ഓഫ് ഗാഡ് പ്രാർത്ഥിച്ചേ. In the mighty name. എന്റെ യേശുവേ, നിന്നെ ദൈവം അടുപ്പിക്കാൻ പോവാ കുഞ്ഞെ, ദൈവത്തോട് അടുപ്പിക്കാൻ പോവാ. കാരണം നീ ഫലം പുറപ്പെടുവിക്കാനുള്ള വ്യക്തിയാണെന്ന് ദൈവാത്മാവ് പറയുക. ഇല്ല പാസ്റ്റർ, എന്റെ ഫലം എല്ലാം കൊഴിഞ്ഞു പോയി, ഇനി എന്നെ കൊണ്ട് കർത്താവിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചാൽ തന്നെ ചിലത് നടക്കുന്ന ഒരു കാലം, ഞാൻ പ്രവചിച്ചാൽ നടക്കുന്ന കാലം. മടങ്ങി വരവിനൊരു അവസരം ഇനി ഉണ്ടെന്ന് ദൈവാത്മാവ് പറയുക. മടങ്ങി വരവിനൊരു അവസരം, കേട്ടോ, നിന്നോടാ. മടങ്ങി വരവിനൊരു അവസരം. ഞാൻ പാപം ചെയ്തു പോയി, നോ ഇഷ്യൂ. കർത്താവ് പറയുന്നു, മേലിൽ പാപം ചെയ്തു മടങ്ങി വരവിന്. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, പാപിനിയായ സ്ത്രീക്ക്, മഗ്ദലനക്കാരി മറിയയ്ക്ക്, എല്ലാവർക്കും, പത്രോസിന്, ഇനി ആരാ വേണ്ടേ? പത്രോസിന് മടങ്ങി വരവിന് അവസരമുണ്ട്. ഞാൻ ഇത് ആരോട് പ്രവചിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഒരു അവസരമുണ്ട്, കേട്ടോ. നിന്റെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരാൻ ഒരു അവസരമുണ്ട്. നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ഒരു അവസരമുണ്ട്. In the name of Jesus. നിനക്ക് ഈ വാക്കൊന്ന് എടുക്കാൻ പറ്റൂ? ഇത് ദൈവം സ്വർഗത്തിൽ നിന്ന് തന്നോണ്ടിരിക്കുന്നതൊന്ന് എടുക്കാൻ പറ്റുമോ? നീ ദീപക് പാസ്റ്ററുടെ യോഗ്യത വിട്, പക്ഷെ ഈ ശബ്ദം ദൈവത്തിൻ്റെതാ. In the Jesus name. കർത്താവിന് നിന്നെ വേണം, കേട്ടോ. ദൈവത്തിന് നിന്നെ വേണം. ഇന്ന് നിന്നെ ആർക്കാ വേണ്ടെന്ന് അറിയാവോ? വേണ്ടാത്തെന്നറിയാവോ? ഫലമില്ലാത്തത് കൊണ്ട് നിന്നെ പലർക്കും വേണ്ട. പക്ഷെ ദൈവം പറയുക, നിന്നിലേക്ക് അവന്റെ
അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇനിയും ഫലം പുറപ്പെടത്തക്ക നിലകളിൽ ഒരു വേര് ഏറ്റവും അടിത്തട്ടിൽ അവശേഷിക്കുന്നത് പരിശുദ്ധാത്മാവ് ആരിലൊക്കെയോ കാണുന്നു. നിന്റെ തണ്ട് വെട്ടി, ഇലകൾ വെട്ടി, കായ് തട്ടിക്കളഞ്ഞു, നിന്റെ മൊട്ടുകളെ പൊഴിച്ചു കളഞ്ഞു, പക്ഷേ വേര് വെട്ടിയിട്ടില്ല. ആരോടോ ദൈവാത്മാവ് പറഞ്ഞു, നിന്റെ വേര് വെട്ടിയിട്ടില്ല, നിന്റെ വേര് വെട്ടിയിട്ടില്ല. നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും, നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും, നിനക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയും. എനിക്കറിയാം ഇതിനകത്തൊരു ആത്മാവിന്റെ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുക. നിനക്കിനിയും സൗഖ്യമാകാൻ കഴിയും, നിനക്കിനിയും പ്രയോജനപ്പെടാൻ കഴിയും, നിനക്കിനിയും പലർക്ക് വേണ്ടി ഉപയോഗപ്പെടാൻ കഴിയും. In Jesus' name, അസാധാരണമായ അഭിഷേകം, അസാധാരണമായ ആത്മസാന്നിധ്യം, അസാധാരണമായി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആമേൻ. പലരും അധരങ്ങൾ കൊണ്ടൊക്കെ പറഞ്ഞു കെട്ടിയ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അധര ഫലം കൊണ്ട് അതിനെ കട്ട് ചെയ്യുന്നു. Shekinah power of the God. Le aramasi kenobo shikel bahiyabose riamdeno shikeniantu warnichida vaku poraye warnichida now poraye വർണ്ണിച്ചിടാ വാക്കു പോരായേ വർണ്ണിച്ചിടാ നാവ് പോരായേ വർണ്ണിച്ചിടാ വാക്കു പോരായേ വർണ്ണിച്ചിടാ നാവ് പോരായേ. ഒന്ന് പാടിയേ. വർണ്ണിച്ചിടാൻ വാക്കു പോരായേ വർണ്ണിച്ചിടാൻ നാവ് പോരായേ. കർത്താവ് എന്നെ ഏൽപ്പിച്ച അനുഗ്രഹങ്ങളുടെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ, എസ്റ്റിമേറ്റ് എടുക്കാൻ തയ്യാറായാൽ, സത്യത്തിൽ ഞാൻ കൊടുക്കുന്ന ഈ മഹത്വവും ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തിയും ഞാൻ ദൈവത്തിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇത് മതിയോ? എന്റെ ചോദ്യം അതാ. ഞാനിപ്പോ എന്റെ ഉള്ളിൽ ചിന്തിച്ചൊരു കാര്യമാണ്. ഞാൻ ഈ പാട്ട് പാടിയപ്പോ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചൊരു കാര്യം ഇതാ. ഞാൻ ഈ ചെയ്യുന്നത് സഫിഷ്യന്റ് ആണോ, അല്ല ഇക്വലന്റ് ആണോ? എൻ്റെ ദൈവം വർണ്ണിച്ചിടാൻ വാക്ക് പോരായേ, വർണ്ണിച്ചിടാൻ നാവ് പോരായേ എന്ന് ഞാൻ പാടിയപ്പോ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചിന്തയുണ്ട്. എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ 100-ൽ 100 ആണോ, അല്ല ഞാൻ ചെയ്യുന്നതൊക്കെ മാക്സിമം ആണോ? എനിക്ക് കിട്ടിയ മറുപടി ഞാൻ പറയാം, അല്ല, അല്ല, അല്ലേ അല്ല. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർത്താൽ ഞാൻ ഈ ചെയ്യുന്നതൊന്നും പോരാ. എന്റെ യേശുവിനെ എനിക്ക് ഇനിയും സ്നേഹിക്കാൻ കഴിയും, അവിടുത്തെ മാനിക്കാൻ എനിക്ക് കഴിയും, അവിടുത്തേക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയും സ്ഥാനം കൊടുക്കാൻ കഴിയും, അവിടുത്തെ ഇനി ബഹുമാനിക്കാൻ കഴിയും, അനുസരിക്കാൻ കഴിയും, അവിടുത്തെക്കുറിച്ച് ഇനി പറയാൻ കഴിയും, അവിടുത്തേക്ക് വേണ്ടി എനിക്ക് ഒത്തിരിയും കാര്യങ്ങൾ ഇനി ചെയ്യാൻ കഴിയും. ഞാൻ ഇന്ന് ഇരിക്കുന്ന തട്ടും തലവും നോക്കിയാൽ ഇതിനൊന്നും എനിക്ക് യോഗ്യതയില്ലായേ കർത്താവേ എന്ന് പറയാൻ കഴിയുന്നവർ ഒത്തിരി പേരുണ്ട് ഇന്ന് ഈ ലൈവിൽ. എന്റെ വായ്, എന്റെ അധരം ഈ ഒരു യാഥാർത്ഥ്യമെങ്കിലും ഏറ്റുപറയേണ്ടതല്ലേ? എന്റെ അധരം ഈ ഒരു പരമാർത്ഥമെങ്കിലും അംഗീകരിച്ച് ഏറ്റുപറയേണ്ടതല്ലേ?
ദൈവം എനിക്ക് ഒന്നും ചെയ്യാതെ ഇല്ല. ദൈവം എനിക്ക് ഒത്തിരി ചെയ്തു. ദൈവം എനിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അവൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ ചെയ്തതുകൊണ്ടാ ഞാൻ ഇന്നും ജീവനോടിരിക്കുന്നേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. പിതാവേ, ഈ ജനത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ എത്ര ശ്രേഷ്ഠകരമായി അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. എത്ര ബ്ലെസ്സഡ് ആയിട്ടുള്ള അങ്ങയുടെ തിരുവെഴുത്താണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങളെ എത്ര അങ്ങ് സ്നേഹിക്കുന്നു, ഞങ്ങളെ എത്ര അധികമായി അവിടുന്ന് നോക്കുന്നു. ശുഭജ, ഞങ്ങളെ താഴ്മയോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഒന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ അധികമായി ഞങ്ങൾ പ്രയോജനപ്പെട്ടേ പറ്റും. ഇന്ന് ഫലം പുറപ്പെടുവിക്കുന്നതിനേക്കാൾ 100 ഇരട്ടിയായി ഫലം പുറപ്പെടുവിച്ചേ പറ്റും. അതിന് ഞങ്ങളെ സഹായിക്കണം, അതിന് ഞങ്ങളെ അനോയിന്റ് ചെയ്യണം, അതിന് ഞങ്ങളെ അവിടുന്ന് അനുവദിക്കണം, അവിടുന്ന് ഞങ്ങളെ അധികാരപ്പെടുത്തണം. കർത്താവെ, ഇന്ന് ഈ ലൈവിൽ കാണുന്ന ഓരോ ജനത്തെയും ഞാൻ യേശു കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ അധരങ്ങളുടെ ഫലം പുറപ്പെടട്ടപ്പാ. കേട്ട വചനം ഇവരുടെ ജീവിതത്തെ തുറക്കട്ടെ. ഇവർക്കെതിരായി ചെയ്ത സകല ഗൂഢാലോചനകളുടെ പ്രവർത്തികളും യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ആകട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക. പൈശാചിക ശക്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കീഴടങ്ങ. ഞാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ കൽപ്പിക്കുന്നു. In the mighty name of Jesus. സ്വർഗമേ, അവിടുന്ന് അങ്ങനെ ചെയ്ത വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, രാവിലെ വൈകുന്നേരവുമായി നടക്കുന്ന ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കട്ടെ. കർത്താവേ, അനേകർ ദൈവത്തെ അറിയട്ടെ, അനേകർ ദൈവ കൃപയിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ. ഞാൻ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവ മക്കളെ, എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 2 നേരം ഈ ചാനലിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങൾ പങ്കെടുക്കുക, എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക, ദൈവവചനം കേൾക്കുക, വചനത്തിൽ നിങ്ങൾ അടിയുറച്ച് ജീവിക്കുക. ദൈവത്തോടു കൂടെ ഇയ്യോബ് ചേർന്നിരുന്ന പോലെ, യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്ന് പറ്റിക്കിടന്ന് ജീവിച്ച പോലെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകുക. ദൈവം വലിയ കാര്യങ്ങൾ നമുക്കായിട്ട് ചെയ്യും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. God bless you and I bless you in Jesus almighty name. Amen.